താനില്ലാത്ത ഈ ലോകത്ത് മകൾക്ക് സംരക്ഷണം നൽകാൻ അയാൾ ഒരു കാര്യം ചെയ്തു. അതുവരെ പുരുഷന്മാർ മാത്രം അഭ്യസിച്ചിരുന്ന ആ ഇരുണ്ട രഹസ്യവിദ്യകൾ, ഒടിവിദ്യകൾ അവളെ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അവൾ കാടുകളിലൂടെ നിശബ്ദമായി ഓടാൻ പഠിച്ചു. വെന്ത എള്ളും ഔഷധ സസ്യങ്ങളും ചേർത്തുണ്ടാക്കിയ പ്രത്യേക എണ്ണ ഉപയോഗിച്ച് ഇരുട്ടിൽ ലയിക്കാൻ പഠിച്ചു. വെള്ളത്തിനുള്ളിൽ മിനിറ്റുകളോളം ശ്വാസം നിർത്തിവെക്കാനും ശബ്ദങ്ങളും നിഴലുകളും ഉപയോഗിച്ച് ഭ്രമാത്മകത സൃഷ്ടിക്കാനും ഒന്നും എളുപ്പമായിരുന്നില്ല. അച്ഛൻ അവൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് അതിജീവനത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. അയാൾ അവളെ ഒരു പോരാളിയാക്കാൻ സജ്ജയാക്കുകയായിരുന്നു. ഒരു സായാഹ്നത്തിൽ സമ്പന്നനായ ജന്മി ഗോവിന്ദനെ ഒരു ചുമതല ഏൽപ്പിച്ചു. അദ്ദേഹം കല്യാണിയുടെ തലയിൽ തൊട്ടു. പിന്നെ കാർമേഘം നിറഞ്ഞ ആ സന്ധ്യയ്ക്ക് കാട്ടിലേക്ക് നടന്നു. പിന്നെ ഒരിക്കലും മടങ്ങിയെത്തിയില്ല. ദിവസങ്ങൾ കടന്നുപോയി. അവൾ എന്നും പഴയ പൊട്ടിപ്പൊളിഞ്ഞ ഭദ്രകാളിക്കാവിൻ്റെ അടുത്ത് പോയിരിക്കും. ആ ഇരുട്ടിൽ പുഞ്ചിരിച്ച മുഖവുമായി അച്ഛൻ വരുമെന്നോർത്ത് സമയം കളയും. ഒരിക്കൽ ജന്മിയുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീ അവളോട് രഹസ്യമായ ഒരു കാര്യം പറഞ്ഞു. അത് അവളുടെ ഹൃദയം തകർത്തു. ഗോവിന്ദൻ വഞ്ചിക്കപ്പെട്ടു. അദ്ദേഹത്തെ ആ ജന്മി തന്നെ കുഴിച്ചു മൂടി. ഹൃദയം പൊട്ടുന്ന വേദനയോടെ കല്യാണി ആ വാർത്ത കേട്ടു നിന്നു. അവൾ കരഞ്ഞില്ല. കണ്ണീരിനേക്കാൾ ആഴത്തിൽ അവൾക്കുള്ളിൽ എന്തോ തിളച്ചു മറയുകയായിരുന്നു.